പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ടിട്ട് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തെ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കുന്ന ആ വചനം എന്ന് പറയുന്നത് വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസലോ. അപ്പം വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ വിളക്കിന് ആവശ്യമായ എണ്ണ എന്ന് പറഞ്ഞാൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഹല്ലേലൂയ അത് കൊണ്ടുവരുവാൻ കൽപ്പിക്കാനാണ് യഹോവയായ ദൈവം മോശയിലൂടെ ഈ വചനം നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അപ്പം നിലവിളക്ക് കത്തിക്കുവാൻ ഉപയോഗിച്ചിരുന്നത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാണ്. പ്രൈസലോ. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവവചനമാകുന്ന നിലവിളക്കിനെ പ്രകാശിപ്പിക്കുന്നത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവാകുന്ന എണ്ണയാണ്. രക്തചയം പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ഈ വചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ നാം എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. വിളക്ക് കത്തണമെങ്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ആവശ്യമായതുപോലെ ആ എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് പോലെ പുതിയ നിയമസഭയോട് പറയട്ടെ, നിനക്ക് എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. ആരുടെയെല്ലാം ഹൃദയത്തിൽ എനിക്ക് എഴുന്നേറ്റ് പ്രകാശിക്കണം എന്ന് തോന്നുന്നുവോ ഹല്ലേലൂയ ആ ഒരു വാഞ്ച ഹൃദയത്തിൽ ഉണ്ടാകുന്നുവോ അവരെ ദൈവം പരിശുദ്ധാത്മാവിനാലും ഹല്ലേലൂയ ശക്തിയാലും സ്വർഗീയ ആജ്ഞയാലും നിറയ്ക്കും. രക്തചയം 1-ാം നൂറ്റാണ്ട് തൊട്ട് നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും എല്ലാവർക്കും എഴുന്നേറ്റ് ശോഭിക്കുവാനും കഴിയില്ല. കാരണം പലരുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടും ദൈവവചനം ഇല്ലാത്തത് കൊണ്ടും അവർക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ഹൃദയം ഇരുണ്ട് കിടക്കുകയാണ്. എന്നാൽ എല്ലാവരും വിശ്വാസികളാണ്. ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എങ്കിലും അവർക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണമെന്നുള്ളതാണ് ഹല്ലേലൂയ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ സമാഗമന കൂടാരത്തിലുള്ള നിലവിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അത് കത്താൻ എണ്ണ ആവശ്യമാണ്. അതും വെറും എണ്ണയല്ല, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തിന്റെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ, നിങ്ങൾ കർത്താവിന് വേണ്ടി എപ്പോഴും അല്ലെങ്കിൽ ഉണർന്ന് ശോഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിരന്തരം വസിച്ചുകൊണ്ടിരിക്കണം. രക്തചയം പരിശുദ്ധാത്മാവ് നിരന്തരം വസിക്കുന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയുള്ളൂ. പ്രൈസലോ. അപ്പം വേദപുസ്തകം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം ഹല്ലേലൂയ 12-ാം അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ എന്ന ഇവിടെ ദൈവത്തിന്റെ വചനം പറയാ. കർത്താവായ യേശുക്രിസ്തു തന്റെ പരശുശ്രൂഷയില് യേശു തന്നെ പറഞ്ഞ വാക്കാണ്. ഹല്ലേലൂയ. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് ആഗ്രഹിച്ചവൻ എന്ന് പറഞ്ഞവൻ നമ്മുടെ യേശുവാണ്. എന്ന് പറഞ്ഞാൽ തന്റെ അഗ്നി അഭിഷേകത്താൽ ഹല്ലേലൂയ ജനങ്ങൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് എഴുന്നേറ്റ് പ്രകാശിക്കണമെന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകത്താൽ ജനം എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് സുവിശേഷ വിരോധികളാണ് കേട്ടോ. അത് നിങ്ങൾ കേൾക്കരുത്.
ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം തൊട്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ദൈവജനം കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രകാശിക്കണം, എഴുന്നേറ്റ് പ്രകാശിക്കണമുള്ള കർത്താവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് ആമേൻ പെന്തക്കോസ്ത് നാളിൽ നിറവേറിയെന്ന് പറയുന്നത്. കൂടിയിരുന്ന 120 മേല് ആമേൻ ആ സ്വർഗീയ അഗ്നി ഇറങ്ങി വന്നത്. ഒരാത്മാവിൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ആത്മാവിൽ നിറയപ്പെടണം. രക്തം ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം സഭയില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് കുറവില്ല. കൂടിയവരവർക്കൊന്നും കുറവില്ല. പക്ഷേ സഭയിലുള്ള ചെറിയവരും വലിയവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ല. ഒരു അഭിഷേകം ഇറങ്ങുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവരൊരിക്കലും ദൈവത്തിന് ഏകാഗ്ര ഹൃദയമുള്ളവരല്ല. കാരണം ഇന്നത്തെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ യൗവനക്കാര് കുട്ടികളെ നോക്കിയാട്ട് ഹല്ലേലൂയ, അപ്പോൾ തന്നെ മുതിർന്നവരെ നോക്കിയാട്ട് അവർ വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു മൊബൈലുണ്ട്. ആ മൊബൈലിന് കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ തോളിൽ എന്തോ വള്ളി കിടക്കുന്ന കാണാൻ കഴിയും. എനിക്ക് അതിന്റെ പേരൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. അങ്ങേപ്പുറത്ത് ഇങ്ങേപ്പുറം വളച്ചു മാറിയിട്ടിരിക്കുന്നവരിട്ടിരിക്കുന്ന കാണാം. അത് സഭായോഗത്തിന് വന്നിരുന്നിട്ട് അത് കണക്ട് ചെയ്തിട്ടാണ് ഇവരിയ്ക്കുന്നത്. അപ്പൊ അതിൽ വരുന്ന മെസ്സേജുകളെല്ലാം ഇവർ കേട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതിൽ വരുന്ന എല്ലാ അനക്കങ്ങളും ഇവർക്കറിയാം. കാരണം ഇവരുടെ ശ്രദ്ധ മുഴുവൻ അതിലാണ്. ബ്ലൂടൂത്ത്, ഹല്ലേലൂയ. എന്താ ബ്ലൂടൂത്ത് അല്ലേ? ബ്ലൂടൂത്ത് എന്ന് പറയുന്ന സാധനം ഹല്ലേലൂയ ചെവിയിൽ വെച്ചും അതിങ്ങനെ കഴുത്തിലിട്ടുകൊണ്ടും എല്ലാവരും ഇരിക്കുക. അതുകൊണ്ട് ഈ തലമുറയ്ക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയത്തില്ല. അവരുടെ ചിന്തകൾ മുഴുവൻ അങ്ങനെ. ഇന്നത്തെ തലമുറ അത് തന്നെയാണ്. ഇന്നത്തെ അനവധി ദൈവമക്കളും അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ ഇടയന്മാർ പോലും ഈ സാധനം തോളിലിട്ടുകൊണ്ട് സഭയിലിരിക്കും നമ്മൾ കണ്ടിട്ടില്ലേ? എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നീ ഇത് തോളിലിട്ടുകൊണ്ടിരുന്ന, നീ ഇത് കഴുത്തിലും ചെവിയിലും വെച്ചുകൊണ്ടിരുന്ന, നിന്റെ ജീവിതകാലത്ത് നിനക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയത്തില്ല. നിന്റെ ജീവിതകാലത്ത് കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയത്തില്ല. കാരണം നീ അശുദ്ധമായതിനെ നീക്കിക്കളയണം. ഹല്ലേലൂയ. പണ്ടത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ദൈവസഭയിൽ കടന്നു വന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുകയും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ അതിനകത്തൊരു ദൈവസാന്നിധ്യം, ഒരു ദൈവഭയമൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയിൽ വന്ന ഉടൻ ഹല്ലേലൂയ ഈ മൊബൈല് ബ്ലൂടൂത്തുമായിട്ട് കണക്ഷൻ ചെയ്തിട്ട് അതിനകത്താണ് ശ്രദ്ധ, അതിനകത്തൂടെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം ചില ആളുകൾ, ചില കുട്ടികളൊക്കെ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്തൂടെ സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സഭയുടെ ആത്മീയ അന്തരീക്ഷത്തെ കെടുത്തിക്കളയും, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തിക്കളയും, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സഭയിൽ വ്യാപരിക്കാൻ കഴിയാതെ ഇങ്ങനെയുള്ള സാത്താന്റെ തന്ത്രങ്ങൾ ചില തലമുറയിൽ വ്യാപരിക്കുന്നത് കൊണ്ട് സഭയ്ക്കകത്ത് തന്നെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നില്ല. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ സഭയിൽ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈലുമായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ അത് ചെവിയിലും തോളയിലും ഇട്ട് നിങ്ങളുടെ മക്കളെ കൂടെ പഠിപ്പിച്ച സഭയുടെ അന്തരീക്ഷത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. സമാഗമന കൂടാരത്തിൽ വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അതിന് ഇസ്രായേൽ മക്കളൊന്നും പറയണ്ട, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടുവരണം. പുതിയ നിയമ സഭയോട് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴും കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. യേശുക്രിസ്തുവിന്റെ കാലം തൊട്ട് ജനം ആത്മാവിൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗ്രഹമാണ്. ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന് നോക്കിക്കാട്ട്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ഇവര് വീട്ടിൽ ഒരാഴ്ച ഇരുന്നവരാ. വീട്ടിൽ ഒരാഴ്ച ഇരുന്ന് ഈ ഒരാഴ്ച ഇവരുടെ കയ്യിലെ മൊബൈൽ ഇരുന്നത്. ഒരാഴ്ച തോണ്ടിയും തൊട്ടും കളിച്ചും ഒക്കെ അവിടെ ഇരുന്നിട്ട് സഭയ്ക്കകത്ത് കടന്നു വന്നു കഴിയുമ്പോൾ പിന്നെ സഭയ്ക്കകത്തിരുന്ന് മെസ്സേജ് അയക്കുക, സഭയ്ക്കകത്തിരുന്ന് ചാറ്റുക, സഭയ്ക്കകത്തിരുന്ന് മൊബൈലുമായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഇത് തോളിലിട്ടോണ്ടിരുന്ന് കഴുത്തെ വെച്ചോണ്ടിരുന്ന് സഭയുടെ ആത്മീയ അന്തരീക്ഷം തകർക്കുന്ന സാത്താനിശയ്ക്ക് പിടിക്കപ്പെട്ട ഒരു തലമുറ സഭയ്ക്കകത്തുണ്ട്. തലമുറ മാത്രം വലിയവരുമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പല സഭകളിലും കണ്ടിട്ടുണ്ടത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമ്മുടെ ശ്രോതാവേ, നീ സഭയ്ക്കകത്ത് വരുമ്പോൾ നിന്റെ മൊബൈലും ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് നീ ഒരിക്കലും സഭയ്ക്കകത്ത് ഇരിക്കരുത്. അങ്ങനെയാണ് നീ വീട്ടിൽ ഇരുന്നോന്നേ. നീ എന്തിനാ സഭയ്ക്കകത്ത് വരുന്നേ? നിന്റെ സഭയിലോട്ട് ക്ഷണിച്ചില്ലല്ലോ. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നീ സഭയ്ക്കകത്ത് വന്നിരുന്ന് ആ സഭയുടെ ശുശ്രൂഷ ഇല്ലായ്മപ്പെടുത്താനാണെങ്കിൽ നീ പിന്നെ എന്തിനാ സഭയിൽ വരുന്നേ?
അവിടെ ഇരിക്കുന്ന മറ്റു കുഞ്ഞുങ്ങൾക്ക് നീ മാതൃകയായിരിക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കോപം നിന്റെ മേൽ വരരുത് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയില് തലമുറകൾ ആത്മാവിനെ പ്രാപിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി സഭയിലില്ല. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ കൂടി വരുമ്പോഴെല്ലാം സഭയിലുള്ളവർ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട്, ആത്മാവിൽ നിറഞ്ഞ്, സ്വർഗീയജ്ഞാൽ നിറയപ്പെട്ട്, ഹല്ലേലൂയ, നാം കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണമെന്നാണ് രക്തം ചെയ്യും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സഭയ്ക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ഇത് യഥാർത്ഥമായി സഭയിൽ വെളിപ്പെടണമെങ്കിൽ ആദ്യം ദൈവത്തിന് വചനം ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ ശുശ്രൂഷ സമയത്ത് തങ്ങളുടെ ചെവിയിലെ ബ്ലൂടൂത്തും കഴുത്തിലിട്ടിരിക്കുന്ന ബ്ലൂടൂത്തും ഒക്കെ മാറ്റി മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് സഭയിൽ ഇരിക്കുന്നവരോട് അമർച്ചയായിട്ട് കൽപ്പിക്കണം. നീ ഇത് കളിക്കാനാണെങ്കിൽ, നീ ഇത് തോണ്ടാനാണെങ്കിൽ നീ വീട്ടിലിരിക്കുക, നീ സഭയിൽ വരരുതെന്ന് പറഞ്ഞു. കാരണം ഒരു വ്യക്തി സഭയ്ക്കകത്തിരുന്നത് ചെയ്യുമ്പോൾ, ഒരാള് സഭയ്ക്കകത്തുനിന്ന് മൊബൈൽ തോന്നുമ്പോൾ ആ സഭയുടെ അന്തരീക്ഷം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. ആ സഭയുടെ ആത്മീയത മുഴുവൻ നഷ്ടപ്പെടും. ഹല്ലേലൂയ. അവിടെ വിശുദ്ധന്മാരുണ്ടായിരിക്കാം, വിശുദ്ധന്മാരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അവരുടെ പ്രാർത്ഥനയെ പോലും കെടുത്തി കളയുവാൻ, അവരുടെ ഏകാഗ്രതയെ പോലും നഷ്ടപ്പെടുത്തി കളയുന്ന പൈശാചികമായ ശക്തികൾ ഇന്ന് സഭയ്ക്കകത്ത് തലമുറയിലും മുതിർന്നവരും വ്യാപരിക്കുന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. മറ്റൊന്ന്, നിങ്ങൾ സഭയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കൊച്ചു കുട്ടികൾക്ക് മൊബൈൽ മുമ്പിലിട്ട് കൊടുത്തിട്ട് നിങ്ങൾ കണ്ണടച്ചിരുന്ന് ആരാധിക്കരുത്. നിങ്ങളുടെ കൊച്ചു കുട്ടികൾക്ക് നിങ്ങൾ വീട്ടിൽ പഠിപ്പിക്കുന്ന ശീലം നിങ്ങൾ വീട്ടിൽ ചെയ്താൽ മതി. സഭയിൽ കൊണ്ടുവന്നിട്ട് കൊച്ചു കരയാതിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ കൊച്ചിന്റെ മുമ്പിൽ ഓണാക്കിയിട്ട് കൊടുത്തിട്ട് അത് അല്ലല്ല, അതിനകത്തെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന കുട്ടികളത് കാണും, അടുത്തിരിക്കുന്ന സഹോദരിമാരെ ശ്രദ്ധിക്കും, അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടും. നിങ്ങൾ നിങ്ങളുടെ കൊച്ചിനെ രസിപ്പിക്കുന്ന, പക്ഷെ സഭയുടെ ആരാധന നഷ്ടപ്പെടുത്തുക. നിങ്ങളുടെ കൊച്ചിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് സന്തോഷിപ്പിക്കുക. സഭയ്ക്കകത്ത് കടന്നു വന്ന് മൊബൈൽ തുറന്നു വെച്ചിട്ട് നിങ്ങളുടെ കൊച്ചിനെ സന്തോഷിപ്പിക്കാതെ. ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്ക് ഒരു വലിയ ശാപമായി മാറിയിരിക്കുകയാണ് ഈ മൊബൈലിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. പ്രൈസറോ, ഇത് കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങളുടെ കയ്യിലല്ലേ ഇരുന്നേ, നിങ്ങൾ വരുന്നിടം വരെ നിങ്ങളുടെ കയ്യിലല്ലേ ഇരുന്നേ. ഈ സഭായോഗത്തിന്റെ 2.5 മണിക്കൂർ 3 മണിക്കൂർ മാത്രമാണ്. ആ സമയമെങ്കിലും നിന്ന് സ്വസ്ഥമായിട്ട് ദൈവസന്നിധിപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ ഏകാഗ്രതയോടെ ഇരുന്ന് നിനക്കൊന്ന് എഴുന്നേറ്റ് പ്രകാശിക്കണമുള്ള ആഗ്രഹത്തോടെ നീ ദൈവത്തിലായിരിക്കുന്നെങ്കിൽ രക്തം ചെയ്യും. ദൈവം നിന്നെ ശക്തമായി ആത്മാവിൽ നിറയ്ക്കും. അപ്പൊ നിലവിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണമെന്നാണ് സമാഗമന കൂടാരത്തിലെ വ്യവസ്ഥ. പുതിയ നിയമ സഭയിലായിരിക്കുന്ന ദൈവമക്കൾ എപ്പോഴും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗീയ കത്തിക്കൊണ്ടിരിക്കണമെന്ന് കർത്താവ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയുടെ ആ പരാജയം ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ സഭായോഗം കൂടി വരുന്ന, സഭായോഗം തുടങ്ങുന്ന സമയം തൊട്ട് നിങ്ങൾ ആ സഭായോഗം ആശീർവാദം പറയുന്നിടം വരെ, അല്ലെങ്കിൽ ആ മീറ്റിംഗ് ആശീർവാദം പറയുന്നിടം വരെ നിങ്ങൾ മൊബൈലിൽ തുടരുത്. ഹല്ലേലൂയ. ആ മൊബൈലിൽ നീ കളിക്കുന്നുണ്ട്, മൊബൈലിൽ നീ തോണ്ടുന്നത് കൊണ്ട് ആ സഭയുടെ മുഴുവൻ അന്തരീക്ഷവും നീ തന്നെ നഷ്ടപ്പെടുത്തുക. അത് നിന്റെ കുടുംബത്തിന് ശാപമാണ്. പരിശുദ്ധാത്മാവ് അത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നീ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന തലമുറയെ നീ മാനസാന്തരപ്പെടണം കേട്ടോ. സഭയ്ക്കകത്ത് വിശുദ്ധിയോടെ കടന്നു വരണം. പ്രൈസോ. സഭയ്ക്കകത്ത് വിശുദ്ധിയോടെ കടന്നു വന്ന് വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണം. രക്തം ചെയ്യും. ഞങ്ങളുടെയൊക്കെ ചെറുപ്രായൊക്കെ കാലങ്ങളില് ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ മാതാപിതാക്കൾ വളർത്തിയത് മൊബൈൽ ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നു, അതിനകത്തെ പടം കാണിച്ചു തന്നു, അതേ തോണ്ടിക്കളിച്ചിട്ടല്ല ഞങ്ങളെ ചോറൂട്ടിയത്, ഞങ്ങളെ വളർത്തി, ഞങ്ങളെ പഠിപ്പിച്ചതൊക്കെ. അന്നത്തെ കാലഘട്ടത്തിൽ ഇതില്ല. പക്ഷെ ഈ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ജനത്തിന് ദൈവഭയമില്ലാതായി, ഈ ജനത്തിന് ദൈവവുമായി ബന്ധമില്ലാതായി. പേരിന് വിശ്വാസി എന്നുള്ള ആ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് ദൈവത്തെ കബളിപ്പിക്കുന്ന ഒരു കൂട്ടം ജനസഭയ്ക്കകത്ത് നിറഞ്ഞു. എല്ലാ സഭകളിലും ഉണ്ട് കേട്ടോ, എല്ലാ വിഭാഗത്തിലും ഇതുണ്ട്. ഒന്ന് ഓർത്ത് നോക്കി എത്രമാത്രം ദൈവസഭ പരാജയപ്പെട്ടെന്നുള്ള ചിന്തിച്ചു നോക്കി. പക്ഷെ ദൈവസഭ പരാജയപ്പെട്ടെന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് ദൈവസേനയിൽ ആത്മാവിൽ നിറയപ്പെട്ട്, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട്, സ്വർഗീയാജ്ഞാൽ നിറയപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്നവരൊന്നും പരാജയപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ.
ലോകത്തിലേക്ക് നോക്കി ലോകപ്രകാരം ജീവിക്കുന്നവരാണ് പരാജയപ്പെട്ടത്. അവരുടെ കുടുംബത്തിലെ കണ്ണുനീര് മാറില്ല, അവരുടെ കുടുംബത്തിന്റെ ദുഃഖം മാറത്തില്ല, അവരുടെ ജീവിതത്തിലെ രോഗം മാറത്തില്ല, പാപം മാറത്തില്ല, ശാപം മാറത്തില്ല. അവരെന്നും പിറുപിറുപ്പുകാരായിരിക്കും. രക്തജയം ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം പറയുന്നത്, ഭൂമിയിൽ തീരുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹിച്ചവൻ തന്റെ അഗ്നി അഭിഷേകത്താൽ നിറഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കണമെന്നാണ് യേശുക്രിസ്തു ആഗ്രഹിച്ചത്. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന്റെ വചനവാക്ക് വായിക്കുമ്പോൾ ഹല്ലേലൂയ, ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 19 വരുമ്പോൾ കാണുന്നുണ്ട്, ഗിദെയോൻ യുദ്ധത്തിനായി പോകുമ്പോൾ 3 സാധനങ്ങൾ കൊണ്ടുപോയി. ഗിദെയോൻ യുദ്ധത്തിനായി പോകുമ്പോൾ എന്താ 3 സാധനങ്ങൾ കൊണ്ടുപോയി. ഹല്ലേലൂയ. ഒന്ന് വെറും കുടം, കുടത്തിനകത്ത് ഓരോ പന്തം, കയ്യിൽ ഓരോ കാഹളം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ 3 സാധനമേ ഗിദെയോന്റെ കയ്യിൽ യുദ്ധത്തിന് പോകുള്ളൂ. എന്തൊക്കെയാണ്? 1 കുടം, വെറും കുടം. 2 കുടത്തിനകത്ത് ഓരോ പന്തം. 3 ഓരോ കാഹളം കയ്യിൽ. ഹല്ലേലൂയ. സ്തോത്രം. കുടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ കുറിക്കുക. കുടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ കുറിക്കുന്നു. പന്തം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കാണിക്കുക. കാഹളം എന്നത് കർത്താവിനെ സ്തുതിക്കുന്ന സ്തുതിയാണ് കാണിക്കുന്നത്. രക്തജയം ഹല്ലേലൂയ കാണിക്കുന്നത്. അപ്പൊ ഗിദെയോനും അവരോട് കൂടെ ഉണ്ടായിരുന്നവരും കുടങ്ങൾ ഉടച്ചപ്പോൾ അകത്തുണ്ടായിരുന്ന പന്തം പുറത്തേക്ക് വന്ന് പ്രകാശിച്ചു. കാഹളം ഊതിയപ്പോൾ ഇസ്രായേലിലെ ശത്രുക്കളായ മിദ്യാന്യർ ആ പ്രകാശം കണ്ട് ഭയന്ന് പരസ്പരം വെട്ടിക്കൊന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഓർത്തു നോക്കി, ഗിദെയോൻ യുദ്ധത്തിന് പോയപ്പോ എന്താ ഉണ്ടായിരുന്നത്? വെറും കുടം, കുടത്തിനകത്തൊരു പന്തം, കയ്യിലൊരു കാഹളം. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ ശരീരമാകുന്ന കുടം നീ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഗ്നി പുറത്തു വന്നിട്ട്, ആ അഭിഷേകം പുറത്തു വന്നിട്ട് നീ ദൈവത്തെ പാടി സ്തുതിക്കും. കാഹളം ഊതുമ്പോൾ ആ സ്തുതി സ്തോത്രങ്ങൾക്കകത്ത് ദൈവം പ്രവർത്തിക്കുന്നു. അവിടെയാണ് നിനക്ക് ശത്രുവിനെ ജയിക്കാൻ കഴിയുന്നത്. അവിടെയാണ് ശാപത്തെ രോഗത്തെ ജയിക്കാൻ കഴിയുന്നത്. ഗിദെയോൻ അല്ലെങ്കിൽ മിദ്യാന്യരെ ജയിച്ചതുപോലെ നിങ്ങൾക്ക് ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ, സാത്താനെ ജയിക്കണമെങ്കിൽ നിങ്ങൾ വിശുദ്ധിയോടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. രക്തം ചെയ്യും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾക്ക് പകർന്നു തന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഹല്ലേലൂയ അഭിഷേകത്താലും നിങ്ങൾ നിറയപ്പെട്ട് നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ നിങ്ങളെല്ലാവരും ആത്മാവ് നിറയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവേറ്റു ആസനമായി. ഇനി അധിക കാലങ്ങളൊന്നുമില്ല. രക്തം ചെയ്യും. ലോക സംഭവങ്ങൾ ഓരോന്നും കാണുമ്പോൾ, പീഡനങ്ങൾ ഓരോന്നും വർദ്ധിക്കുമ്പോൾ, അവിടെ ഇവിടെയായി ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും മഹാവ്യാധികളും ന്യായവിധികളും ഒക്കെ ഉണ്ടാകുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ വരവേറ്റു ആസനമായി. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവേറ്റു ആസനമായി ഇന്ന് നമ്മെ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നിരന്തരം എഴുന്നേറ്റ് പ്രകാശിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നത്, അഭിഷേകത്തെ ദൈവം നിങ്ങൾക്ക് തന്നത്, ആ സ്വർഗീയജ്ഞാൽ ദൈവം നിങ്ങളെ നിറച്ചിരിക്കുന്നത് എന്താ? നിങ്ങൾ ഇവിടെ വാടി തളർന്ന് ഇരിക്കുവാനല്ല, കരിന്തിരി പുകയുവാനല്ല, പിന്നെയോ നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ ഹല്ലേലൂയ നീ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നിന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാൻ തുടങ്ങും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്നത്തെ സഭയിലെ ശുശ്രൂഷ നിങ്ങൾ കണ്ടിട്ടില്ലേ? സഭയ്ക്കകത്ത് അത്ഭുതങ്ങളുമില്ല, അടയാളങ്ങളുമില്ല, വീര്യപ്രവർത്തികളുമില്ല. സഭയ്ക്കകത്ത് പ്രാർത്ഥിച്ചാൽ മറുപടി പോലും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? സഭ അത്രമാത്രം ലോകത്തിലേക്ക് ഇറങ്ങി. ഹല്ലേലൂയ. ദൈവമക്കൾ പലരും ലോകമോഹങ്ങളില്ല. എന്നാൽ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവവചനത്തോട് ചേർന്നിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന തങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ഹല്ലേലൂയ അനവധി മാതാപിതാക്കൾ
അനവധി സഹോദരി സഹോദരന്മാർ, അനവധി കുഞ്ഞുങ്ങൾ അവർ ദൈവത്തെ നന്നായിട്ട് സ്തുതിക്കുകയും അവരിലൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും ചെയ്യുന്നത് അത് നമുക്ക് ഈ ഭൂമി കാണാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ദൈവം തലമുറകളെ ഉപയോഗിക്കുന്ന കാണുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ ദൈവസന്നിധിയിൽ നിന്റെ ജീവിതത്തിന്റെ അശുദ്ധിയെ മാറ്റിക്കളയണം. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറ ഈ മൊബൈൽ എന്ന് പറയുന്ന, ഇന്നത്തെ വിശ്വാസ സമൂഹം എന്ന് പറയുന്ന മൊബൈല് എന്ന് നിങ്ങളുടെ കരങ്ങളിൽ കയറി അതെന്ന് നിങ്ങളുടെ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് നിങ്ങൾ ഈ ബ്ലൂടൂത്ത് വഴി നിങ്ങൾ മെസ്സേജ് കാണുവാനും കേൾക്കുവാനും സഭായോഗത്തിനിടയ്ക്കൊക്കെ ചെയ്യുവാൻ തുടങ്ങിയോ, അന്ന് തൊട്ട് സഭയ്ക്കകത്ത് ഹല്ലേലൂയ ഇരുള് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ, നീ മുഖാന്തര സഭയ്ക്കകത്തിരുള്. സഹോദരി, നീ മുഖാന്തര സഭയ്ക്കകത്തിരുള്. എന്നെ കേൾക്കുന്ന തലമുറയോട് പറയട്ടെ, നീയാണ് സഭയുടെ ഇരുളെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി തലമുറയുടെ നിങ്ങളാണ് സഭയുടെ ഇരുൾ. ഹല്ലേലൂയ. നീ ബ്ലൂടൂത്തും മൊബൈലും കണക്ട് ചെയ്ത് സഭയിൽ വെച്ചുകൊണ്ട് മറ്റുള്ള ശ്രദ്ധയെ നീ അതിലേക്ക് കൊണ്ടുപോകും. മറ്റു കുട്ടികളുടെ ശ്രദ്ധയെ നീ അതിലേക്ക് തിരിക്കും. അവിടെ ഇരിക്കുന്ന പ്രായമായിട്ട് ശ്രദ്ധ നീ തിരിക്കും. എന്തിനെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്റെ ഏകാഗ്രത പോലും നഷ്ടപ്പെടുത്തി കളയും വിധം നീ ഇതിനകത്ത് വെച്ച് രസിക്കുന്നത് കാണുമ്പോൾ ആ സഭയുടെ ഇരുൾ നീ തന്നെയാണ്. ആ സഭയ്ക്കകത്ത് യഥാർത്ഥ സാത്താന്യ ശക്തി വ്യാപരിക്കുന്ന നിന്നിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ആ പൈശാചിക ബന്ധനം നീ വിടുതൽ പ്രാപിക്കണം. സ്തോത്രം. ഇന്നെടുക്കുന്ന വേദനയാണ്, രോഗമാണ്, പനിയാണ്, ബന്ധനമാണ്, നിരന്തരം ഉള്ളതാണ്, മാസം തോറും വരുന്നതാ എന്നൊക്കെ പറഞ്ഞ് നീ രോഗിയായിട്ട് അടിമയായി മാറാതെ, രോഗത്തിന് അടിമയായി മാറാതെ നീ വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. നിങ്ങളാകുന്ന മൺകുടത്തെ ഹല്ലേലൂയ ദൈവം തെരഞ്ഞെടുത്തത് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി തന്ന് നീ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ. അപ്പൊ ഗിദെയോൻ വെറും കുടവും അതിനകത്തൊരു പന്തവും കയ്യിലൊരു കാഹളവുമായി മിദ്യാന്യർക്ക് നേരെ ചെന്നപ്പോൾ ഹല്ലേലൂയ കുടമുടച്ചതിനെ പന്തം പുറത്തു വന്നപ്പോൾ അതിൽ അഗ്നി കത്തിയപ്പോൾ കയ്യിലിരുന്ന കാഹള ഊതിയപ്പോൾ ഹല്ലേലൂയ മിദ്യാന്യർ പരസ്പരം വെട്ടിമരിച്ചു. ഹല്ലേലൂയ. ഓർത്തു നോക്കി, എന്ത് ദൈവസാന്നിധ്യം വെളിപ്പെട്ടത്, എന്ത് ദൈവ അഭിഷേകം അവിടെ വെളിപ്പെട്ടത്. ഇന്നത്തെ രീതി അന്നത്തെ രീതികൾ ഓർത്തു നോക്കി. അന്ന് ഗിദെയോൻ അടക്കമുള്ളവർക്ക് ദൈവഭയം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവരോട് ദൈവം സംസാരിച്ചിരുന്നു, അവർ ദൈവശബ്ദം കേട്ടിരുന്നു. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ ദൈവശബ്ദം കേൾക്കണം. നിങ്ങൾ ദൈവശബ്ദം കേൾക്കണം. നിങ്ങൾ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. രക്തം ചെയ്യും. അതുകൊണ്ട് ഞാനിന്ന് ദൈവത്തിന്റെ വചനത്തോട് മേലാൽ നിങ്ങൾ സഭയിൽ കടന്നു വരുമ്പോൾ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, എനിക്ക് തലമുറയുടെ മേലാൽ നിങ്ങൾ സഭയിൽ കടന്നു വരുമ്പോൾ നിന്റെ ചെവിയിൽ ബ്ലൂടൂത്ത് കാണരുത്. നിന്റെ കഴുത്തിൽ ആ ബ്ലൂടൂത്ത് തൂക്കിയിട്ടുണ്ട്. നീ വന്ന് സഭയ്ക്കകത്ത് നീ ഇരുളായി മാറരുത്. ശുശ്രൂഷ നീ കെടുത്തിക്കളയരുത്. അത് നിനക്ക് ശാപമാണ്. അല്ലേ? അത് നിനക്ക് ബന്ധനമാണ്. അത് നിന്നെ രോഗത്തിലേക്ക് നയിക്കും. നീ ദൈവത്തിന്റെ ന്യായവിധിയിലാണെന്ന് ഓർത്തോണം കേട്ടോ. മാനസാന്തരപ്പെടണമെന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അല്ലേ? കാണുന്നത് വിളിച്ചു പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം സങ്കടകരമായ അനുഭവത്തിലൂടെ ചില സഭ കടന്നു പോകുന്നു. അല്ലേ? ഞാനൊരു മീറ്റിങ്ങിൽ കടന്നുപോയിരിക്കുമ്പോൾ ആ മീറ്റിങ്ങിന്റെ സ്റ്റേജിൽ കുറച്ചു പേരിരിപ്പുണ്ട്. അല്ലേ? ആ സ്റ്റേജിലിരിക്കുന്ന പലരും മൊബൈല് നോക്കിക്കൊണ്ടിരിക്കുക. അല്ലേരിയ മൊബൈല് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ സഭയ്ക്കകത്ത് ആ ഫുൾപിറ്റ് എന്നൊക്കെ പറയുന്നത് അല്ലേരിയ സ്തോത്രം അത് വിശുദ്ധമായിരിക്കണം. സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിച്ച് പ്രാകാരം, അല്ലേരിയ വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം എന്നൊക്കെ നമ്മൾ മൂന്നായിട്ട് പഠിക്കും. അപ്പൊ അതിപരിശുദ്ധ സ്ഥലത്ത് വളരെ വിശുദ്ധി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സഭയുടെ ശുശ്രൂഷ നടക്കുന്ന ഫുൾപിറ്റൊക്കെ അതിവിശുദ്ധമായിരിക്കണം. അല്ലേരിയ അവിടെ നിലവിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണയാൽ കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്ക് അല്ലേരിയ എന്ന് പറഞ്ഞതുപോലെ നാം ദൈവസഭയുടെ ഫുൾപിറ്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നിന്റെ ബാഗിൽ വെച്ചിട്ട് നീ സ്വസ്ഥമായിട്ടിരുന്ന് കരമടിച്ച് ദൈവത്തെ പാടി ശ്രദ്ധിക്കണം. അല്ലാതെ അവിടെ നിന്ന് തോണ്ടുന്ന കണ്ടാൽ നിന്റെ മുമ്പിലിരിക്കുന്ന സകല കുട്ടികളും അത് കണ്ടു പഠിച്ചിട്ട് നിന്റെ മാതൃകയാകും. അപ്പൊ സഭയ്ക്കകത്ത് ഇരുള് ആരൊക്കെയാണ്? ഈ മൊബൈല് തോണ്ടുന്നവരല്ല സഭയിലെ ഇരുളിന്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം.
എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, എന്നെ കേൾക്കുന്ന ദൈവഭക്തനെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കണം. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അപ്പം സ്തോത്രം ഗിദെയോൻ ആമി കൂട്ടം മുടച്ച് കാഹളം ഗിദെയോൻ കൂട്ടം ഉടച്ചപ്പോൾ അകത്തുണ്ടായിരുന്ന പന്തം പുറത്തേക്ക് വന്ന് പ്രകാശിച്ചു. കാഹളം ഊതിയപ്പോൾ ഇസ്രായേലിലെ ശത്രുക്കളായ മിദ്യാനർ ആ പ്രകാശം കണ്ട് ഭയന്ന് പരസ്പരം വെട്ടി എന്ന് പറഞ്ഞാൽ നീ ആത്മാവിൽ ആരാധിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച് നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ അഗ്നി അത് പുറത്തു വരുമ്പോൾ എന്ത് ചെയ്യണം? നിനക്കെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികൾ നിന്നെ വിട്ടോടിപ്പോകണം, സഭ വിട്ടോടിപ്പോകണം. ഹല്ലേലൂയ, രക്തം ചെയ്യും. ഇന്ന് നിങ്ങളുടെ ശരീരമാകുന്ന മൺകുടത്തിനകത്ത് കർത്താവ് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയെ തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരമാകുന്ന മൺകുടത്തിനകത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയെ തരാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ ശരീരം എന്ന മൺകുടം ഉടയുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരമാകുന്ന മൺകുടം ഉടച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിങ്ങൾ പുറത്തെടുത്ത് നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഈ മൺകൂടമാകുന്ന ജഡത്തിൽ ജഡത്തിന്റെ ക്രിയകളെ നശിപ്പിക്കുമ്പോൾ നിങ്ങൾക്കകത്തുള്ള അഗ്നി പ്രകാശിക്കുവാൻ തുടങ്ങും. നിങ്ങളാകുന്ന മൺകൂടത്തിനകത്തുള്ള അശുദ്ധമായ ക്രിയകളെ, ജഡത്തിന്റെ പ്രവൃത്തികളെ, ജഡത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ നശിപ്പിക്കുമ്പോൾ, ജഡത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് പ്രകാശിക്കുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5:18 ഒക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളെ നീ മരിപ്പിക്കണം, ആത്മാവിന്റെ ഫലമുള്ളവനായി മാറണം. ഗലാത്യ ലേഖനം 5:24 വരുമ്പോൾ കാണുന്നുണ്ട്, ക്രിസ്തുവേശുവിനുള്ളവരാ. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അത് ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിൽ ഇരിക്കുമ്പോൾ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കണം. ബ്ലൂടൂത്ത് നിന്റെ ചെവിയിലും നിന്റെ കഴുത്തിലും കാണാൻ പാടില്ല. ആ മൊബൈലിൽ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിൽ വെക്കണം. എന്തത്യാവശ്യം വന്നാലും സഭായോഗം കഴിഞ്ഞ് എല്ലാ മീറ്റിംഗ് കഴിഞ്ഞ് നിന്റെ മൊബൈലിൽ നീ എടുത്തു നോക്കാവും. അല്ലേ? ആ ഒരു വിശുദ്ധിയിലേക്ക് വരണം. അതുകൊണ്ട് നിന്റെ ശരീരമാകുന്ന മൺകൂടത്തിനകത്തെ അശുദ്ധമായതിനെ നീ ഉടച്ച്, നീ തകർത്ത് നിന്നുള്ള ആത്മാവിന്റെ ശക്തിയെ നീ പുറത്തെടുക്കണം. രക്തം ചെയ്യാം. എൻ്റെ ദൈവമാണ് ആഗ്രഹിക്കുന്നത്, നിന്നുള്ള ദൈവം അങ്ങനെയെങ്കിൽ മാത്രമേ നിനക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയുള്ളൂ. പുറത്തു നോക്കിയാൽ സഭയ്ക്കകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം നിറയാൻ വേണ്ടി, അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട്, എത്രയോ ആളുകളുണ്ട് പരിശുദ്ധന്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതാണ്. ദൈവം പരിശുദ്ധന്മാവിനെ തരാൻ വിശ്വസ്തനാണ്. ദൈവം പരിശുദ്ധന്മാവ് ജനത്തെ നിറയ്ക്കാൻ വിശ്വസ്തനാണ്. അത് കർത്താവ് നമ്മൾ പറഞ്ഞ വാഗ്ദത്തമാണ്. പക്ഷെ അത് സഭയ്ക്കകത്ത് വെളിപ്പെടാതിരിക്കാൻ തക്കവണ്ണം സഭയ്ക്കകത്ത് ഇരുളിന്റെ ശക്തികൾ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ആ ഇരുളിന്റെ ശക്തികളെ നീ നശിപ്പിക്കണം. നിന്റെ ജഡത്തിനകത്തെ, നിന്റെ മൺകൂടാരത്തിനകത്തെ ഇരുളിന്റെ പ്രവൃത്തികളെ നീ നശിപ്പിച്ചിട്ട് ദൈവസഭയ്ക്കകത്ത് നീ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് വസിക്കണം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എഫേസ്യ ലേഖനം, ഹല്ലേലൂയ, 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ, ഹല്ലേലൂയ, 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴും കർത്താവിൽ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ മുമ്പ് നിങ്ങൾ ആരായിരുന്നു? ഇരുളായിരുന്നു. ഇപ്പോൾ ആരാണ്? കർത്താവിൽ വെളിച്ചമാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ, മുമ്പേ ഇരുളിന്റെ ആധിപത്യത്തിൽ ജീവിച്ച, ഈ ലോകത്തിന്റെ സുഖങ്ങൾക്കനുസരിച്ച് ജീവിച്ച നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ സഭയായി, ദൈവത്തിന്റെ ആലയമാക്കി തീർത്തു കഴിയുമ്പോൾ നിങ്ങളാകുന്ന മൺകൂടാരത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരിക്കണം വ്യാപരിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിലെ ഇരുൾ മാറിയിട്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി വെളിച്ചമായി മാറണം. അതുകൊണ്ടാണ് പറയുന്നത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴും കർത്താവിൽ വെളിച്ചമാകുന്നു. അതേ സ്നേഹിത, ജീവിതത്തിന്റെ സകല ഇരുളും മാറ്റിക്കളയണം. നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ
ആമീൻ. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ഉണ്ടായെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നിങ്ങൾക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. ആമീൻ. അതുകൊണ്ടാണ് സക്കറിയ പ്രവാചകന്റെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആമേൻ. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് തന്നാൽ സെരുബാബേലിലുള്ള യഹോവയുടെ അരുളപ്പാടുകൾ സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങൾ യഹോവ അരുളി ചെയ്യുന്നു. അപ്പം സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല യഹോവയുടെ ആത്മാവിനാൽ. ഹല്ലേലൂയ. അതേപോലെ ഈ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആവശ്യമാണെന്ന് നാം സ്തോത്രം ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് അത് നിങ്ങളുടെ ശക്തിയിലാണോ, ജ്ഞാനത്തിലാണോ, പഠിപ്പിലാണോ, പണത്തിലാണോ, യാതൊന്നും നേടുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ ശക്തി കൊണ്ടും നിങ്ങളുടെ ജ്ഞാനം കൊണ്ടും നിങ്ങളുടെ പണം കൊണ്ടും നിങ്ങളുടെ പഠിപ്പ് കൊണ്ടും നിങ്ങൾക്ക് യാതൊന്നും നേടാൻ കഴിയത്തില്ല. ആത്മീയമായി ഒന്നും നേടുവാൻ കഴിയത്തില്ല. ആത്മീയമായി എന്തെങ്കിലും നേടണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് നിറയപ്പെടണം. രക്തം ചെയ്യും. ഇത് കാലം അന്ത്യത്തിലേക്ക് നീങ്ങിയ ആത്മാവിൽ നിറയപ്പെട്ട് ദൈവത്തിൽ ആരാധിക്കുന്ന ഏകാഗ്ര ഹൃദയത്തോടെ വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നിരുന്ന് നാം ഈ ബ്ലൂടൂത്ത് വഴി പാട്ടും കേട്ട് ബ്ലൂടൂത്ത് വഴി മെസ്സേജും കേട്ട് ബ്ലൂടൂത്ത് വഴി മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവരാജ്യത്തിൽ പോകത്തില്ല. കർത്താവായ യേശുക്രിസ്തു ആ സമയത്ത് വന്നാൽ നിങ്ങളെല്ലാം തള്ളപ്പെട്ടു പോകും. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് നിങ്ങൾ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന്റെ കാഹളം കേൾക്കാൻ നിങ്ങളുടെ ആത്മാവ് ഒരുക്കത്തോടു കൂടി ഇരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെല്ലാം തള്ളപ്പെട്ടു പോകും. തള്ളപ്പെട്ടു പോകുന്ന വേദപുസ്തകം പറയുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞൊന്നുമല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പരിശീലിക്കുന്നത്, എന്നെ കേൾക്കുന്ന ഇടയന്മാരോടൊക്കെ പറയട്ടെ, നിന്റെ സഭയ്ക്കകത്ത് ഹല്ലേലൂയ നിന്റെ സഭാവിശ്വാസികളെ മൊബൈലിട്ട് തോണ്ടുവാനും കളിപ്പിക്കുവാനും ബ്ലൂടൂത്തും ചെവിയിൽ വെച്ച് കഴുത്തിൽ തൂക്കിയിട്ട് വന്നിരുന്ന് സഭാരാധന കൂടുവാൻ നീ അനുവദിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇടയന്മാരെന്താണ് ചെയ്യുന്നത്? സഭായുഗം നടക്കുന്ന സമയം തൊട്ട് വിശ്വാസികൾക്ക് മുമ്പിരുന്ന് ഫുൾപിറ്റിരുന്നുണ്ട് മൊബൈലിൽ തോണ്ടി മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനും പാടില്ല. അപ്പൊ രണ്ട് ഭാഗവും ശുദ്ധീകരിക്കണം കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം എന്താണ്? ദൈവരാജ്യമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നമ്മുടെ ആ ഏക പ്രതീക്ഷ എന്താണ്? ഏക പ്രത്യാശ എന്താണ്? നിത്യമായ രാജ്യത്തിൽ എത്തുക എന്നുള്ളതാണ്. മുമ്പ് ഇരുളായത് നമ്മെ വിളിച്ച് അമ്മ വെളിച്ചമാക്കി മാറ്റി ഈ മൺകൂടാരത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറച്ച് നാം എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന് കർത്താവ് പറയുന്നത് നാം ആ നിത്യത്തിലേക്ക് ചേരുവാൻ വേണ്ടിയിട്ടാണ്, നിത്യത്തിലെ ദൈവരാജ്യത്തിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇസ്രായേൽ മക്കളിൽ നിന്ന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടുവരണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, എപ്പോഴും നിന്റെ ഉള്ളിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തിക്കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ പോണോ? ഹല്ലേലൂയ. ദൈവരാജ്യത്ത് എത്തണോ? ഇങ്ങനെ നീ വിശുദ്ധിയിലേക്ക് വന്നേ മതിയാവൂ. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കും വിധം പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കത്തക്ക നിലയിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 24:49 ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറഞ്ഞു, ഹല്ലേലൂയ, ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളോ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ എന്നവരോട് പറഞ്ഞു. അത് നിങ്ങൾ ഉയരത്തിൽ ശക്തിയെ പ്രാപിച്ചുകൊണ്ട്, ഈ അഭിഷേകത്തെ പ്രാപിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. ആമീൻ. കർത്താവ് നിങ്ങളെ വേർതിരിച്ചത്, നിന്റെ പാപം പരിഹരിച്ചത്, നിന്നെ ശുദ്ധീകരിച്ചത്, ആമീൻ. കർത്താവ് കാൽവരിയിൽ നിനക്ക് വേണ്ടി അവസാനത്തോടെ രക്തം വന്നത്, ആമീൻ. യേശുക്രിസ്തുവിന്റെ ശരീരത്തെ ആ ക്രൂശിൽ അല്ലെങ്കിൽ യാഗമാക്കിയത്, ആ ക്രൂശീകരണത്തിന് വിധേയപ്പെടുത്തിയത്, നിന്റെ ജീവിതത്തിന്റെ ഇരുള് മാറ്റിയെടുത്ത് പരിശുദ്ധാത്മാവിനാൽ നിന്നെ നിറച്ച്, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ നിറച്ച് നീ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാനാണ്. രക്തം ചെയ്യാം. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ വില എന്താണെന്ന് നീ തിരിച്ചറിയണം. യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? എന്തിനാണ് ഈ പങ്കപ്പാടുകൾ, കഷ്ടപ്പാടുകൾ ഏറ്റത്? എന്തിനാണ് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത്? യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവും ഞാനുമായിട്ട് നീയുമായിട്ട് ബന്ധം എന്താണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ക്രൂശിലെ യേശുവിന്റെ മരണം എന്താണെന്ന് തിരിച്ചറിയാത്തവരാണ് ഈ ബ്ലൂടൂത്തും ഒക്കെ കളിച്ചുകൊണ്ട് ഈ മൊബൈലും ഒക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്.
അവൻ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തെ കുറിച്ച് നന്നായി അനുഭവമുണ്ടെങ്കിൽ, അത് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവസഭയ്ക്കകത്ത് വിശുദ്ധിയോടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ച് നമ്മളാകുന്ന മൺകൂടാരത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുവാൻ വേണ്ടി നാം ആഗ്രഹത്തോടെ പ്രാർത്ഥനയിലായിരിക്കും. ലേലിയ നിങ്ങൾ ദൈവസനിൽ അല്ലേലിയ മാതൃകയുള്ളവരായി മാറട്ടെ. അല്ലേലിയ. അപ്പൊ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെടുന്നത് വരെ യാതൊരു ശുശ്രൂഷയും ചെയ്തില്ല എന്നും കാണാൻ കഴിയും. യേശുക്രിസ്തുവിനും അല്ലേലിയ യേശുവിനെ കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് ആമീൻ തന്റെ ശുശ്രൂഷയുടെ ആരംഭം തന്നെ തുടങ്ങിയത്. അത്ഭുതങ്ങളും അതുവരെ യേശുക്രിസ്തുവിൽ അത്ഭുതങ്ങളും നടന്നില്ല. പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ശക്തമായി അവന്റെ മേൽ ഇറങ്ങിയപ്പോഴാണ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകനെ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയുടനെ ദൈവത്തിന്റെ ആത്മാവ് പ്രാവുന്ന പോലെ ദേഹരൂപത്തിൽ യേശുവിന്റെ മേൽ വന്ന് ഇറങ്ങി. ആ സമയം തൊട്ട് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്കൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുവാൻ തുടങ്ങി. യേശു ശക്തമായി പിതാവ് ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ തുടങ്ങി. അല്ലെങ്കിൽ തുടർന്നുള്ള തന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് പാപികൾക്ക് മാനസാന്തരം കൊടുത്ത് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കുരുടനെ കാഴ്ച കൊടുത്ത്, ചെകിടിനെ കേൾക്കുമാറാക്കി, ഉടനെ നടക്കുമാറാക്കി, രക്തസ്രാവക്കാർക്ക് സൗഖ്യം കൊടുത്ത്, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. അല്ലെങ്കിൽ വിവിധ നിലകളിൽ ആയിരുന്ന ജനത്തിന്റെ പാപം പരിഹരിച്ച് അവർക്ക് നിത്യതയെക്കുറിച്ച് യഥാർത്ഥ ബോധ്യം കൊടുത്തു. അല്ലേരിയ. അവരൊക്കെ വിശുദ്ധി ജീവിച്ചു കേട്ടോ. അല്ലേരിയ. അവരൊക്കെ വിശുദ്ധി ജീവിച്ച് അവരൊക്കെ അല്ലേരിയ ഇന്ന് കർത്താവിൽ വിശ്രമിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ കാലഘട്ടം വല്ലാത്തൊരു അനുഭവമാണ്. നീ ആത്മാവിൽ നിറയപ്പെടണം, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. അല്ലേരിയ. യേശുക്രിസ്തുവിന് വേണ്ടി നീ സമയത്തെ വേർതിരിക്കണം. അല്ലേരിയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലേരിയ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ വേണ്ടി ഒരുങ്ങി വരണം. നിങ്ങൾ സഭയിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ, അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ, അന്യഭാഷകളിൽ സംസാരിക്കുവാൻ, നിന്റെ ശുശ്രൂഷയിൽ നിന്റെ ആരാധനയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ നടക്കുവാൻ ആ ഒരു ആഗ്രഹത്തോടെ വാഞ്ചയോടെ നീ ദൈവസഭയിൽ നിന്ന് ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി പരിശുദ്ധാത്മാവ് നിന്നിലൂടെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തുടങ്ങും. രക്തം ചെയ്യും. അല്ലേലൂയ. ഇന്ന് പകൽ ഒരു വലിയ ദൈവ സാന്നിധ്യത്തിന്റെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ പകരുവാൻ, നിന്റെ കുടുംബത്തിന്മേൽ പകരുവാൻ, നിന്റെ തലമുറയിൽ പകരുവാൻ യേശു ആഗ്രഹിക്കുന്നു. നീ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് അപ്പോസ്തലപ്രവൃത്തി 1:8 പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ വാഗ്ദത്തം ഏറ്റെടുത്ത ആദിമ സഭയിലെ അപ്പോസ്തലന്മാരടങ്ങി 120 പേര് അല്ലെങ്കിൽ അവർ ദൈവത്തെ ആരാധിച്ചു തുടങ്ങി, അവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. അവരുടെ ആരാധനയും പ്രാർത്ഥനയുടെ ശബ്ദം ആത്മാവിന്റെ അഗ്നി എല്ലാവരും അവർ ഉള്ളിൽ വന്നപ്പോൾ അവരുടെ ശരീരമാകുന്ന കുടത്തെ ഉടച്ചവർ ഉണ്ടായിരുന്ന അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവിന്റെ ശക്തി അത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ, ആ അഭിഷേകം പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഉറക്കെ കാഹളബൂതി എന്ന് പറഞ്ഞാൽ ഉറച്ച് ദൈവത്തെ ആരാധിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? യെരൂശലേമിൽ പെരുന്നാളിൽ വന്ന 3000-ഓളം പേർ ഓടി അവരുടെ അരികിൽ കടന്നു വന്നിട്ട് ചോദിച്ചു, യജമാനന്മാരെ, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? കണ്ടോ, മാനസാന്തരം വരുന്നത് കണ്ടോ? അത് നിന്റെ ആരാധനയിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ജനത്തിന് അനുതാപം ഉണ്ടാകണം, പശ്ചാത്താപം ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കണം. ഞാൻ വായിച്ച വചനത്തിലേക്ക് ഒന്ന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനം എന്താണ്? പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇസ്രായേൽ മക്കൾ വിളക്കിനെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കുക. അതെ, സമാഗമന കൂടാരത്തിലെ നിലവിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ആവശ്യമാണ്. പുതിയ നിയമസഭയോട് പറയട്ടെ, നിങ്ങൾ പുതിയ നിയമസഭയുടെ ഓരോ മൺകൂടാരങ്ങളാണ്. ദൈവസഭ നിങ്ങൾ ഓരോ ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം.
നീ അനേകർക്ക് പ്രകാശമായി മാറണം, അനേകരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം. നീ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളിൽ ചിലരൊക്കെയെങ്കിലും ദൈവം തന്റെ ആത്മാവിനെ നിറയ്ക്കാൻ ആഗ്രഹിക്കുക, അഭിഷേകത്തിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുക, വെളിപ്പാടിൽ ദർശനങ്ങൾ തരാൻ ആഗ്രഹിക്കുക. നിന്റെ ജീവിതത്തിന്റെ ശാപങ്ങൾ ഇരുളും മാറി കർത്താവിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവർ എന്നോടൊപ്പം ചേർന്ന് പറയാമോ? കർത്താവേ, എന്റെ ആരാധനയിലും പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ കുറവുകളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച കർത്താവേ, ഇന്ന് വലിയ ഈ മൺകൂടാരമാകുന്ന എന്റെ ശരീരത്തെ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എനിക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ, അഭിഷേകത്തെ എൻ്റെ മേൽ പകരണമേ. ഞാൻ അതിനായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിന് വേണ്ടി കൊടുത്ത എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചെറിയവരെയും വലിയവരെയും എല്ലാം ഓർക്കുന്ന കേരളത്തിലും ലോക രാജ്യങ്ങളുടെ സകല ജനത്തെയും, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി, ട്രൈബൽ മേഖലയിലായിരിക്കും ജനത്തെ, ആമയുടെ മൂപ്പന്മാരെ, അധികാരികളെ ഒക്കെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, രാജ്യത്തിൽ കാക്കുന്ന BSF, CRP, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന ക്രമസമാധാന പാലകരെ, എല്ലാ രഹസ്യാംശ വിഭാഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജുഡീഷ്യൽ എല്ലാ വിഭാഗങ്ങളെ ഓർക്കുന്നു. കരിയിലും കടലിലും ആകാശമാർക്കും വാഹനം ഓടിക്കുന്ന, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, വാഹന നിർമ്മിതാക്കളെ എല്ലാം ഞാൻ ഓർക്കുകയാണ്. മെക്കാനിക്കൽ, മോട്ടോർ രംഗത്തായിരിക്കുന്നവർ, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജോലി ചെയ്യുന്നവർ, മത്സ്യബന്ധനത്തിലായിരിക്കുന്നവർ, വിവിധ കരികളിലും ഫാക്ടറികളിലും ഒക്കെ ജോലി ചെയ്യുന്നവർ, കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ചെറുതും വലുതുമായ എല്ലാ വ്യാപാരങ്ങളിൽ, എല്ലാ വ്യാപാരി വ്യവസായികളെ, വഴിയോര കച്ചവടക്കാരെ, കരങ്ങളിലേക്ക്, സഹകരണ മേഖലയിലും, പൊതുമേഖലയിലും, ക്ഷീരമേഖലയിലും, വാണിജ്യ മേഖലയിലും ആയിരിക്കുന്നവർക്കായി, കാർഷിക മേഖല ആയിരിക്കുന്നവർക്ക് വേണ്ടി, എല്ലാ മോട്ടോർ രംഗത്തായിരിക്കുന്നതിന് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സ്തോത്രം. വിദ്യാഭ്യാസ മേഖല, ഭാഗ്യമേഖലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മത, സാമൂഹിക, സംസ്കാര, സംഘടന രംഗത്ത്, ദരിദ്ര, മാധ്യ, മീഡിയ, എല്ലാ സയന്റിസ്റ്റുകളും എഞ്ചിനീയർമാരെയും ദൈവരംഗം ഏൽപ്പിക്കുന്നു. ദേശത്തും വിദേശത്തുമൊക്കെ കടന്നു ചോദിക്കുന്ന, യാത്രയിലായിരിക്കുന്നവർ, വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്നവർ, കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ, വിസ നഷ്ടപ്പെട്ടവർ, വിസ വേണ്ടി ആഗ്രഹിക്കുന്നവർ, അവിടെ ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, നാട്ടിലേക്ക് വരുന്ന കടന്നു മാർഗമില്ലാതെ ജയിലറിയിൽ കിടക്കുന്നവർ, വിവിധമായ ക്രിമിനൽ കേസുകൾ കടന്നു പോകുന്നവർ, ഹല്ലേലൂയ, രേഖകളോർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്ന്, മനസ്സ്, ലഹരിപദാർത്ഥ ചൂതാട്ടങ്ങളിൽ വീണ് കിടക്കുന്നവർ, ജടികമായ മോഹങ്ങളിൽ വീണ് കിടക്കുന്നവർ, വിവിധ സാത്താന്റെ കയ്യിൽ അകപ്പെട്ട് കിടക്കുന്നവർ, എല്ലാം ഇത് മക്കൾക്കാൽ വിടിവിക്കപ്പെടുവാൻ ചരിത്രമാക്കിയ വീടുകളിൽ സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശൈശവത്തിൽ, ബാല്യത്തിൽ, കുമാരി, ഗൗരവത്തിൽ, മാത്രം ധ്യാനം, വൃത്തരസന, യാചകരോധന, ചോട്ടൻ, ജൂൽ തടവറയിലായിരിക്കുന്നവർ എല്ലാം മാനസാന്തപ്പെടുവാൻ കർത്താവിന് വേണ്ടി ആത്മാവിന്റെ ശക്തി ഏറ്റെടുത്ത് പ്രകാശിക്കുന്നവരെ തീരണമായി പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. ദേശത്തും വിദേശത്തും കർത്താവിന് വേരുള്ളവരായിരിക്കുന്ന ദൈവദാസിദാസന്മാർ, കുടുംബങ്ങൾ, തലമുറകൾ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന. പീഡയിൽ കൂടെ കടന്നു പോകുന്ന അനേക ദൈവമക്കൾ, ചെയ്തി കിടക്കുന്നവരൊക്കെ വിടലും മോചനം കൊടുക്കണമേ. സുവിശേഷ ലോകമെമ്പാടും അതിശക്തിയോടെ വ്യാപരിക്കണം. സുവിശേഷ വിരോധികളെ, തീവ്രവാദ ഗ്രൂപ്പുകളെ, ഭീകരവാദ വർഗീയവാദികളെ ദൈവം സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. മാനസാന്തരം കൊടുക്കാനായി ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകമെമ്പാടും ശക്തി ഒരു ആത്മീയ ഉണർവിനായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.